ഖുർആനിൽ ഒരു അധ്യായമുണ്ട്, സൂറത്തുൻ നംല്, ഉറുമ്പിന്റെ അധ്യായം എന്നാണ് അതിന്റെ അർത്ഥം. ഖുർആനിൽ 28 ജീവികളെ കുറിച്ച് പറയുന്നുണ്ട്. ആ ജീവികളിൽ വളരെ അത്ഭുതമുള്ള ജീവിയാണ് ഉറുമ്പ്. ഉറുമ്പിന്റെ കൂട്ടത്തിൽ എഞ്ചിനീയർമാരുണ്ട്, ഉറുമ്പിന്റെ കൂട്ടത്തിൽ നല്ല നല്ല കഴിവുള്ളവരുണ്ട്, ഉറുമ്പിന്റെ കൂട്ടത്തിൽ വൈദ്യന്മാരുണ്ട്, ഉറുമ്പിന്റെ കൂട്ടത്തിൽ പട്ടാളക്കാരുണ്ട്. നല്ല എല്ലാ നിലക്കും ബന്ധമുള്ള, നല്ല ഫ്രണ്ട്ഷിപ്പുള്ള, എല്ലാ നിലക്കും നിഷ്കപടമായി അധ്വാനിക്കുന്ന ജീവിയാണ് ഉറുമ്പ്. സ്വന്തം ശരീരത്തിന്റെ 50 ഇരട്ടി ചുമക്കും, സ്വന്തം ശരീരത്തിന്റെ 200 ഇരട്ടി വലിക്കും. ഈ നിലക്കുള്ളൊരു ജീവിയാണ് അമേരിക്കൻ എഞ്ചിനീയറായ കെഹേൽ 7/7 എന്ന് പറയുന്ന ആ വ്യക്തി. ഉറുമ്പിനെ കുറിച്ച് മാത്രം 1000 പേജുള്ള പുസ്തകം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അത്ഭുതമുള്ള ജീവിയാണ് ഉറുമ്പ്. ആ ഉറുമ്പിന്റെ പേരിൽ ഒരു അധ്യായം തന്നെയുണ്ട്. അതിൽ കാണാം ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹിസ്സലാം പരിവാരങ്ങളും ഒരു വഴിയിലൂടെ വരുന്ന സമയത്ത് ഒരു ഉറുമ്പ് തൻ്റെ അനുയായികളായ തൻ്റെ കൂടെയുള്ള ആളുകളോട് പറയുന്നു, ഓ നംലുകളെ, ഉദ്ഖുലൂ മസാകിനകൂ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോവേണ്ടതുണ്ട്, സുരക്ഷിതമായ സ്ഥാനത്തേക്ക് പോവേണ്ടതുണ്ട്. ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദു, സുലൈമാൻ നബി അലൈഹിസ്സലാം വരുന്നുണ്ട്, പട്ടാളക്കാരും വരുന്നുണ്ട്, അവര് ചവിട്ടിയരക്കും, അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞ് ഒരു നേതാവ് എങ്ങനെയായിരിക്കണം എന്ന മാതൃക ഈ ഉറുമ്പ് കാണിക്കുകയാണ്. വഹും ലാ യശ്ഉറൂൻ, സുലൈമാൻ നബിയും പട്ടാളക്കാരും ഒരാളെയും ആക്രമിക്കുന്നവരല്ല, അവര് രാജ്യദ്രോഹം നടത്തുന്നവരല്ല, ഒരു ജീവിയെയും നോവിപ്പിക്കുന്നവരല്ല. വഹും ലാ യശ്ഉറൂൻ, നമ്മൾ കുഞ്ഞി ഉറുമ്പുകളല്ലേ, അവരെ കൊള്ള ചേർത്തി നോക്കുമ്പോൾ ചെറിയ ജീവികളല്ലേ, അറിയാതെ ചവിട്ടിയരക്കാൻ സാധ്യതയുണ്ട് എന്ന് ഈ ഉറുമ്പിന്റെ നേതാവായ, അവരുടെ കാരണവരായ, അവരുടെ അഡ്വൈസറി ബോർഡ് ചെയർമാനായ വലിയ ഉറുമ്പങ്ങ് പറഞ്ഞു കൊടുത്തപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാം പുഞ്ചിരിച്ചു. അതേ തെറ്റിദ്ധാരണ മാറ്റിക്കൊടുത്തല്ലോ എന്ന നിലക്ക് ആ ഉറുമ്പിനെ പരിചയപ്പെട്ടു.